തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ എൻ്റെ സിനിമ ഞാനിപ്പോൾ ചെയ്ത അഭിജ്ഞാനം എന്ന് പറഞ്ഞ സിനിമ അത് ഒരു പുതുമുഖമായതിൻ്റെ പേരിൽ മാത്രം പടം തിയേറ്റർ കിട്ടാതെ പോയി. ഈ പടം എനിക്ക് തോന്നുന്നൊരു 3-4 മാസത്തിന് മുമ്പ് റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുന്നതായിരുന്നു. പക്ഷേ തിയേറ്ററില്ല. തിയേറ്റർ എത്ര ഓടിയിട്ടും 5-6 തിയേറ്ററൊക്കെ തരുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവർ നോക്കുമ്പോൾ ഇത് പുതിയ ആളാണ്, ഈ പടത്തിന് ഒരു ഇൻഷുർ പുള്ളിങ് ഉണ്ടാവില്ല. പണ്ട് എൻ്റെ വെച്ചിട്ട് നമ്മുടെ ഹരിഹർ സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, എൻ്റെ പേര് മനോജ് കെ ജയൻ, സർഗം സിനിമ ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് കാണുമ്പോൾ ഒരൊറ്റ മനുഷ്യല്ല തിയേറ്ററിൽ. പക്ഷെ അന്ന് ഇത്രയും പ്രശ്നങ്ങളില്ല തിയേറ്ററുകളും, കാരണം തിയേറ്റർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു മനുഷ്യല്ല. ആദ്യത്തെ ഒരാഴ്ച ആ പടം വളരെ കുറവായിരുന്നു. പക്ഷേ പിന്നീട് അത് അഭിപ്രായം അറിഞ്ഞു വന്നപ്പോൾ ആ പടം വമ്പർ ഹിറ്റായി ഇവിടെ. അതുപോലെയുള്ള സിനിമകൾ ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ആ പടം ഉണ്ടെങ്കിൽ മാത്രമേ അഭിപ്രായം അറിഞ്ഞിട്ട് ആൾക്കാർ വരുമ്പോൾ കാണാൻ പറ്റൂ. ഇപ്പോഴങ്ങനെയല്ല. ഇഷ്ടംപോലെ സിനിമകൾ വരുമ്പോഴത്തേക്ക് ഈ തിയേറ്ററുകാർ ഹോൾഡ് ചെയ്തില്ല. പുതിയ ആളാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട പടം, അവർ പറയുന്നത് അങ്ങനെ വേണ്ട, അങ്ങനത്തെ സിനിമ വേണ്ട, നിങ്ങൾ നിലവിലുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് പടം ഉണ്ട്. എൻ്റെ കൂടെ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞതാണ്, ഇനിയെങ്കിലും മഹേഷ് നീ ഒരു പുതുമുഖത്തിന് വെച്ച് പടം ചെയ്യരുത്, കാരണം തിയേറ്റർ കിട്ടാൻ വലിയ പ്രയാസമാണ്. അത് സത്യം തന്നെയാണ്. കാരണം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളിവിടെ ഒരു ഉത്സവം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ഇടുന്ന പാട്ട് തമിഴോ ഹിന്ദിയോ ഒക്കെയാണ് നമ്മളിടുന്നത്, ആസ്വദിക്കുന്നത്. ഒരിക്കലും ഒരു അത് നമ്മൾ തരംതിരിച്ച് കാണുന്നില്ല. ഒരു തമിഴ്നാട്ടിൽ പോയാലോ അല്ലെങ്കിൽ ഒരു നമ്മൾ ബോംബെയിൽ പോയാലോ ഒരിക്കലും മലയാളം പാട്ട് കേട്ട് ആസ്വദിക്കുന്ന ഒരു ഹിന്ദിക്കാരനെ നമുക്ക് കാണാൻ കഴിയില്ല. വളരെ വളരെ ചുരുക്കമോ, വളരെ റെയറാണ് അങ്ങനെ. അത് നമ്മൾ എല്ലാ ഭാഷക്കാരെയും സ്നേഹിക്കും, എല്ലാ സിനിമയും നമ്മൾ സ്നേഹിക്കും. പക്ഷെ അവരങ്ങനെ അവർ പ്രാദേശിക സിനിമയ്ക്ക് അവർ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ കാണുള്ളൂ. പക്ഷെ ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഇപ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഈ തിയേറ്ററുകാർ ലാഭം നോക്കുകയാണ്. അവർക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നോക്കുമ്പോൾ അത് അന്യഭാഷ സിനിമയാകുമ്പം എരിവും പുളിയും ഉണ്ടാവും, ആടി ഫൈറ്റ് എല്ലാം ഉണ്ടാവും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന യൂത്തിന് ഇഷ്ടപ്പെടുന്ന എല്ലാം ഉണ്ടാവും. അപ്പോൾ യൂത്ത് വരുമെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടുള്ള മലയാള സിനിമ അത് നല്ലതാണോ ചീത്തയെന്ന് അവർ ചിന്തിക്കുകയില്ല, അവരതിനെ അങ്ങ് ഒഴിവാക്കുക. അതെന്താണെന്നറിയോ, ഈ സ്റ്റാർസ് ഇല്ലാത്ത സിനിമയാണ് പറയുന്നത്. സ്റ്റാർസ് ഉള്ള പടത്തിന് ഈ ഒരു പ്രശ്നമില്ല, അവർക്ക് എപ്പോഴാണോ റിലീസ് ചെയ്യാം. പക്ഷേ സ്റ്റാർസ് ഉള്ള സിനിമയ്ക്കുള്ള പ്രശ്നം അവർ ഇതിനെ തള്ളിക്കളഞ്ഞിട്ട് ഒരു തമിഴ് സിനിമയോ അല്ലെങ്കിൽ ഹിന്ദി സിനിമയോ അവർ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് 25-26 തിയേറ്ററാണ് കിട്ടുക. അത് മെയിൻ സെൻറ്റേഴ്സിലൊന്നും അധികം കിട്ടിയിട്ടേ ഇല്ല. അപ്പോഴും ഇവിടെ ഇറങ്ങിയ തമിഴ് സിനിമയ്ക്ക് തെലുങ്ക് സിനിമ മലയാളത്തിൽ ഡബ് ചെയ്തു തന്നപ്പോൾ അതിന് 70-80 തിയേറ്ററിന് മേലുണ്ട്. വേറെ തമിഴ് സിനിമയ്ക്ക് 60 തിയേറ്ററിന് മേലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയോട് ചെയ്യുന്ന സാമ്പത്തിക നമ്മൾ ബിസിനസ് ആലോചിക്കുമ്പോഴല്ലേ, അല്ലെങ്കിൽ ഒരു കലാമൂല്യമുള്ള അല്ലെങ്കിൽ കലാപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മലയാള സിനിമയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. കാരണം നശിപ്പിക്കുകയാണ് സിനിമയെ. ഇന്നും നമ്മുടെ ഉത്സവകാലങ്ങൾ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ കീഴടക്കുന്നത് തമിഴും ഹിന്ദി സിനിമകൾ തന്നെയാണ്. അപ്പോൾ അവർ പറയുന്നത് അത് കളർഫുള്ളാണ്, മാർക്കറ്റിംഗ് നല്ല അതാണ്. പക്ഷേ അവരുടെ ബഡ്ജറ്റ് നമ്മുടെ ബഡ്ജറ്റുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. മലയാള സിനിമ പുതിയ ആൾ അഭിനയിച്ചത് കൊണ്ട് അത് മോശമായിരിക്കും, അല്ലെങ്കിൽ അത് മോശമാണ്, അത് വേണ്ട, തിയേറ്ററിൽ ആൾ വരില്ല എന്ന് ചിന്തിക്കും. അവർക്ക് ഒരു മനസാക്ഷി വേണമെന്ന് ഞാൻ പറയുന്നത്. കാരണം സിനിമകൾ വന്നാൽ അത് കൊള്ളാമെങ്കിൽ നമുക്കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ എല്ലാം ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് കഞ്ഞി വെച്ചിട്ട് കാര്യമില്ല, അത് കഴിക്കാനും കൂടെ ഉള്ള അവസരം വേണം. അതുപോലെ നമ്മൾ ഈ കൊണ്ടുവരുന്ന സാധനം, കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സാധനം ജനങ്ങളെ മുന്നിൽ എത്തിക്കാൻ അവരോടും സഹകരിക്കണം നമ്മളോട്. അല്ലാതെ ആർട്ടിസ്റ്റിൻ്റെ സിനിമ മാത്രമല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാറുകളുടെ സിനിമകൾ മാത്രമല്ല, ഈ സ്റ്റാറുകളായാലും ഇനി വരുന്നവരായാലും എപ്പോഴും പുതിയ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരാണ് ഇപ്പോൾ ഉള്ളത് ജനങ്ങളെ മുന്നിൽ എത്തിക്കുന്ന തിയേറ്ററാണ്. അവർ ശരിക്കും ഇത് ഹെൽപ്പ് ചെയ്യണമെന്ന് എൻ്റെ അത് അപേക്ഷയാണ് അവരോട്. ശരിക്കും ചെയ്യണം അവർ. കാരണം പുതുമുഖമാണെന്ന് നോക്കരുത്. പടം റിലീസ് ചെയ്താൽ അഭിപ്രായമുണ്ടെങ്കിൽ അതിനെ ദയവ് അവർ സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായം ഇല്ലാത്ത പടം പോട്ടെ, അതിനവരെ കുറ്റം പറയാറില്ല. കാരണം അവരൊക്കെ ഇലക്ട്രിസിറ്റി ബില്ലുണ്ടാവും, സ്റ്റാഫിന് സാലറി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ പടം നല്ലതാണെന്നുണ്ടെങ്കിൽ ദയവ് അവരെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മളൊരു ആർട്ടിസ്റ്റിനോട് പോയൊരു സബ്ജക്റ്റ് പറയുമ്പോൾ ഈ സബ്ജക്റ്റ് കേൾക്കാൻ തന്നെ അവർ മാസങ്ങളെടുക്കാറുണ്ട്. ഒരു സബ്ജക്റ്റ് പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് അടുത്ത മാസം നമുക്ക് കേൾക്കാം, അടുത്ത മാസം വിളിക്കാമെന്ന് പറയും. നമ്മൾ അടുത്ത മാസം വരെ നമ്മൾ ഇതിൻ്റെ പിറകിലാണ്. അടുത്ത മാസം കഴിഞ്ഞു, അവർ പറഞ്ഞ ഡേറ്റ് പറഞ്ഞു, നമ്മൾ വിളിക്കുന്നു, വീണ്ടും ഒരു ഫോൺ എടുക്കുന്നില്ല. നമ്മൾ പിന്നെ ഇവരെവിടെയാണ് ഉള്ളതെന്ന് തിരക്കി പിടിച്ചിട്ട് വീണ്ടും അവിടെ ചെല്ലുന്നു. അപ്പോൾ ഞാൻ തിരക്കിലായതുകൊണ്ട് ഒരു കാര്യം നമുക്ക് അടുത്ത മാസം കേൾക്കാം. എൻ്റെ അനുഭവം ഞാനീ പറയുന്നത്. നമ്മളിങ്ങനെ മാസങ്ങളോട് ഇതിൻ്റെ പുറകെ നടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അവർക്ക് ശല്യമായി മാറുമ്പോൾ നമ്മൾ കഥ പറയുമെന്ന് പറയും. നമ്മൾ കഥ പറയുന്നു, അവർ കാര്യം ചെയ്യാൻ എൻ്റെ 1 ലൈൻ വേണമെന്ന് പറയും. പിന്നെ നമ്മളിരുന്ന് ഇതിൻ്റെ 1 ലൈൻ ഉണ്ടാക്കും. കഥ ഇഷ്ടപ്പെട്ടതിന് ശേഷം 1 ലൈൻ ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ.
വൺ ലൈൻ ഉണ്ടാക്കുന്നു. അവസാനം വൺ ലൈൻ കൊണ്ട് ചെന്ന് പറയും. അതും ഇതിനിടയ്ക്ക് മാസങ്ങൾ വീണ്ടും കടന്നു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇവരെ വിളിച്ചിട്ട് ഇവരെ സൗകര്യങ്ങൾ വേണം ഇത് കേൾക്കാനായിട്ട്. വീണ്ടും നമ്മൾ ഇതുമായിട്ട് ചെല്ലും, വൺ ലൈൻ കേട്ടു, കുഴപ്പമില്ല, ഒരു കാര്യം സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ പറയും. ചിലപ്പം ചിലർ കഥ കേൾക്കുമ്പോൾ തന്നെ കൊള്ളില്ല, അത് വേണ്ട, ഒന്ന് വേറെ ആലോചിക്കാമെന്ന് പറയും. അങ്ങനെ പറയുന്നവരുണ്ട്. സ്ക്രിപ്റ്റ് കൊണ്ട് ചെല്ലും, സ്ക്രിപ്റ്റ് ഇതാണ് മാസങ്ങളോളം അവരെ കയ്യിലിരിക്കും. ഉടനെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. പിന്നെ ഇവരെവിടെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളവിടെ തപ്പിച്ചെന്നിട്ട് ചോദിക്കും, അത് സ്ക്രിപ്റ്റ് അത്ര പോരാ, ഈസി ആയിട്ട് അവർ പറഞ്ഞ് ക്ലീനായിട്ടൊരു കൈയ്യഴും. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഒരു ഡയറക്ടറായ ഞാനായാലും ആരായാലും മാസങ്ങളോട് ഏകദേശം ഒരു വർഷം തന്നെ 1.5 വർഷം നമ്മൾ ഇതിൻ്റെ പിറകെ നടക്കുകയാണ്. എനിക്ക് ഇവരോടൊക്കെ ഉള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഒരു കഥ കേട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞോളൂ, നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രശ്നമല്ല. എനിക്ക് അതിൽ ബഹുമാനം തോന്നിയൊരു വ്യക്തി എന്ന് പറയുന്നത്, ഞാൻ തുറന്നു തന്നെ പറയുന്നു, പൃഥ്വിരാജാണ്. കാരണം ഒരു സബ്ജക്റ്റ് ചെന്ന് പറഞ്ഞാൽ ചേട്ടാ നമുക്ക് ഇത്രാം തീയതി കേൾക്കാം, അല്ല ഇത്രാം തീയതി വരാം, നമ്മൾ ചെന്നാൽ കഥ കേട്ടാൽ കൊള്ളില്ലെങ്കിൽ നമ്മളെ കൂടെ അപ്പോഴും പറയും, ചേട്ടാ അത് കഥ കൊള്ളില്ല, നമുക്ക് വേറെ ആലോചിക്കാം. എനിക്കറിയാവുന്നൊരു പണി അത് മാത്രമേ ഉള്ളൂ. അതായത് ഈ സിനിമ, ഞാൻ പറഞ്ഞല്ലോ, സിനിമ എൻ്റെ ഒരു പാഷനായിരുന്നു. സിനിമ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിലെയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും ഈ ചങ്ങാതിപ്പൂച്ച കഴിഞ്ഞു, ബിഗ് ഫാർ കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് തമിഴ് പടം ചെയ്യാറുന്നതാണ്. പുതുമംഗളം വെച്ചിട്ട് തമിഴ് സിനിമ എല്ലാം റെഡിയായി. ഷൂട്ടിങ്ങിന് ഒരു 2 ആഴ്ച മുന്നേ എനിക്കൊരു ബാക്ക് പെയിൻ വന്ന് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലായി 6 മാസം. അപ്പോൾ ആ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ വേറെ ആൾ ചെയ്തു തമിഴിൽ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് സിനിമ ഉണ്ടാവാൻ ഒത്തിരി ഡിലേ വന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് വിട്ട് പോയാലോ ഒന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഈ ചങ്ങാതിപ്പൂച്ചയുടെ പ്രൊഡ്യൂസർ, പുള്ളിയുടെ ഞാൻ പറഞ്ഞൊരു ബിസിനസ്. അപ്പോൾ പറഞ്ഞു ഓക്കെ, അവനോട് ബിസിനസ്സാണ്, പോരെ, നല്ലൊരു ജോലി നിനക്ക് അവിടെ ശരിയായി തരാൻ വരാൻ പറഞ്ഞു. പിന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫ് ജീവിതം ഇതിനകത്ത് കിടക്കുക, ഒരിക്കലും നമുക്കിത് വിട്ടുപോകാൻ തോന്നുന്നില്ല. അതാണ് ഒരു കുഴപ്പം. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചു, ഈ അഭിയും ഞാനെന്ന സിനിമ ഒരുപാട് ഡിലേ വന്നപ്പോഴും ആലോചിച്ചു ഇതൊക്കെ മതിയാക്കി പോയാലോ. കാരണം ഭാര്യയായി 2 കുട്ടികളുണ്ട്, ഇവരൊക്കെ നമ്മൾ മാന്യമായി വളർത്തണ്ടേ. അപ്പോൾ ആലോചിച്ചു ഗൾഫിൽ പോയാലെന്താ. ഞാനിപ്പോഴും ആലോചിച്ചു, ഇപ്പോഴും ഇപ്പോൾ പുതിയ പ്രോജക്റ്റ് സംസാരിക്കുന്നത് ഞാൻ ആലോചിച്ചു, എന്തിനാ വെറുതെ ഈ ടെൻഷൻ. നമ്മൾ ചിന്തിക്കുന്ന ഒരു സിനിമയായിട്ടൊന്നും ഇപ്പോൾ ശരിക്കും ഇവിടെ വരാൻ പറ്റില്ല. കാരണം ഒരു ലൈഫുള്ള സിനിമയായിട്ടല്ലേ പുതിയൊരാളെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഒന്ന് പ്രൊഡ്യൂസറെ കിട്ടില്ല, ഇൻ കേസ് നമുക്കൊരു പ്രൊഡ്യൂസറെ കിട്ടിയാൽ പിന്നെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഈ നിലവിലുള്ള വലിയ ആർട്ടിസ്റ്റുകളെ പിറകെ പോയാലും ഞങ്ങൾ വർഷങ്ങളോളം കാത്തിരിക്കണം ഒരു ഡേറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ അതായത് എനിക്കും തോന്നിയിട്ടുള്ള സിനിമ എന്ന് പറയണത് ഒരു 5% കഴിവും 90% ഭാഗ്യമാണ്. അല്ല, ഞാൻ ഇത് പറയാൻ കാര്യം, ഇപ്പോൾ നമ്മൾ എല്ലാം പറയും, നിങ്ങൾ ചോദിക്കും അതെന്താ പുതിയ ആളിന് ആൾ ഡേറ്റ് കൊടുത്തില്ലേ, ഇന്ന ആൾ ഡേറ്റ് കൊടുത്തില്ല. അപ്പോൾ നിങ്ങളെ കഥ നല്ലതല്ല, നിങ്ങളാൾ നല്ലതല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടാത്തതെന്ന് പറയാം, നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ പറയാം. പക്ഷേ ഞാൻ പറയുന്നത് സിനിമ അതിനകത്തിറങ്ങുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ 2 മനസ്സിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്, മതിയാക്കിയാലോ അത്. കാരണം ഞാനിപ്പോൾ ഒരാളടുത്ത് പോയി കഴിഞ്ഞാൽ ഇനി 2 വർഷം ഒരു പ്രോജക്റ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ലൈഫ്, എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കും. ഇതൊന്നും മാത്രമുള്ളൊരു വരുമാനം, അല്ലാതെ കുടുംബത്തിൽ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേറെ സൈഡ് ബിസിനസ്സോ ഒന്നുമില്ല. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു നമുക്കിത് വിട്ടു പോയാലോ എന്ന്. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ.